ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ 19കാരി പ്രസവിച്ച് ആ കുഞ്ഞിനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞ സംഭവം നമ്മൾ ആരും തന്നെ മറന്നു കാണിട്ടില്ല, അല്ലെ? അന്ന് അവള് ഗർഭിണിയായതും മറ്റും ആരും തന്നെ അറിഞ്ഞില്ല. അതായത് വീട്ടുകാർ സഹിതം അവള് ഗർഭിണിയായ കാര്യം ആരും തന്നെ അറിഞ്ഞില്ലായിരുന്നു. എന്നിട്ട് അവള് പറഞ്ഞത് ആ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഇതര സംസ്ഥാനക്കാരനാണെന്നാണ് പറഞ്ഞത്. അയാളുമായിട്ട് അവൾക്ക് ഇപ്പോൾ യാതൊരുവിധ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്നവള് കൃത്യമായും പറഞ്ഞതാണ്. എന്തായാലും കുഞ്ഞിനെ ജനാലിലൂടെ എറിഞ്ഞ് കൊല്ലാനാണല്ലോ അവൾ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അവൾക്കെതിരെ പോലീസ് നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ 19കാരി കുഞ്ഞിനെ തിരികെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളോട് ചിലപ്പോൾ അമ്മമാര് താൽക്കാലികമായിട്ട് ഒരു അകൽച്ച കാണിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ അത് ഒരു മാനസികമായിട്ട് ഒരു അമ്മയാവാനുള്ള ഒരു ഇത് പ്രിപ്പയർ ആവാത്തതുകൊണ്ടൊക്കെ അവർ ചിലപ്പോൾ ഒരു അകൽച്ച കാണിക്കാം. പക്ഷെ ഒരിക്കലും ഒരു അമ്മ തന്റെ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കില്ല. അത് അങ്ങനെ ഒരു സാഹചര്യം വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു റേപ്പ് കേസ്, അതല്ലെങ്കിൽ എന്താ മറ്റ് അശ്ലീലമായ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു കേസൊക്കെ വരാൻ നേരത്തെ ഒരമ്മ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കുള്ളൂ. ഇവിടെ സംബന്ധിച്ച് ഇവളും ഒരു ചെറുപ്പക്കാരനായിട്ട് ഇതര സംസ്ഥാനക്കാരനായിട്ട് ഇവിടെ ഇഷ്ടത്തിലായിരുന്നു, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ ഇനി വീട്ടുകാർ എന്ത് പറയും എന്ന് ചിന്തിച്ചുകൊണ്ടാവാം, ചിലപ്പോൾ ഇനി പ്രസവശേഷം കൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാകാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇവൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചത് കൊണ്ടായിരിക്കാം ഇവൾക്ക് ആ കുഞ്ഞിനെ തിരികെ വേണമെന്നൊരു ആവശ്യമായിട്ട് ഇവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ ചിന്തിക്കാൻ നേരത്തെ എന്താ, കുഞ്ഞിന്റെ സുരക്ഷ, കുഞ്ഞിന്റെ ഭാവി, ഈ അമ്മയ്ക്ക് കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ശേഷിയുണ്ടോ, അങ്ങനെ പലവിധ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്, അല്ലെ? എന്തായാലും ഇതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഈ തീരുമാനം എടുക്കേണ്ടത് ഒരാളുടെ വികാരത്തിന്റെ ഒരു പുറത്തല്ല നമ്മൾ ഈ തീരുമാനം എടുക്കേണ്ടത്. മറിച്ച് കുഞ്ഞിന്റെ ഭാവിയും അവരുടെ സുരക്ഷിതത്വം എല്ലാം ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഇതിനെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ എന്നെ പോലുള്ള അമ്മമാരൊക്കെ ചിന്തിക്കുന്നത്, എന്നെ പോലെ എന്നല്ല, എല്ലാ സാധാരണ മനുഷ്യർ, അതായത് ആൺ പെൺ വ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള എല്ലാ ആൾക്കാരും എല്ലാ ജനങ്ങളും ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല. നമ്മൾ അടുത്തിടെ സമൂഹത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ നമ്മളെ പോലുള്ള ഓരോരുത്തരും ചിന്തിക്കുന്നത്, അല്ലെ? കാരണം ഒരു കുഞ്ഞിന്റെ കാര്യത്തില് ഒരു ചെറിയ ഒരു അശ്രദ്ധ പോലും വലിയൊരു ദുരിതത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടേക്കാം. അതാണ് നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ട നമ്മുടെ അഷ്കർ എന്ന കുഞ്ഞിന്റെ മരണം, അല്ലെ? മരണമല്ല, ഒരു കൊലപാതകം, അല്ലെ? ഇത് കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് കുഞ്ഞിനെ കൊല്ലാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തത്. കൊന്നത് വേറൊരാളാണെങ്കിലും അതിനുള്ള സപ്പോർട്ടും എല്ലാം കൊടുത്തിരുന്നത് അതാ അമ്മയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അമ്മമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ കാലഘട്ടത്തില്. നമ്മളിപ്പോ ചിന്തിക്കുന്നത് അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത്, അതായത് തൊട്ട അയൽവക്കത്തെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അവരോട് നമ്മൾ അധികം സംസാരിച്ചില്ലെങ്കിൽ പോലും അവിടെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോലും, അയൽവക്കത്തുള്ള നമ്മൾ പോലും ശ്രദ്ധ ചെലുത്തേണ്ടതാണെന്നുള്ളൊരു കാര്യം നമുക്ക് അഷ്കറിന് സംഭവിച്ച ദാരുണമായ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ആ അനുഭവത്തിലൂടെ നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെയാണ്. നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ആ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ എന്തായാലും അന്വേഷിച്ചിരിക്കും. അങ്ങനെ ഒരു പാഠം നമുക്ക് ചെന്നിരിക്കുകയാണ്. ഇനി ഈ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ആ പെൺകുട്ടിക്ക് ഇപ്പോൾ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്നൊരു ആവശ്യമാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം ആ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം നമുക്ക് എടുത്തു നോക്കാം. അച്ഛനുണ്ട്, അച്ഛൻ ഒരാളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെയാണെങ്കിൽ അമ്മയാണെങ്കിൽ ഒരു മാനസിക രോഗിയാണെന്നാണ് പറയണത്. പിന്നെ കൂടെയുള്ള ഒരു പെങ്ങളാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിനിടയിൽ ഈ കുഞ്ഞിനെ, അതായത് ഈ പെൺകുട്ടികളുടെ പ്രായമാണെങ്കിൽ വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ കുട്ടിയുടെ ചിന്തകൾ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാവുന്ന പ്രായമാണ്. അപ്പൊ ഈ കുഞ്ഞിനെ ഒരു പക്ഷെ അവൾക്ക് എപ്പോഴെങ്കിലും വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ, അവൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അപ്പം നമുക്ക് പറയാൻ പറ്റില്ല, ആ കുട്ടിക്ക് ഇനിയും വേറൊരു റിലേഷൻ വരാൻ നേരത്ത് അവൾക്ക് ഈ കുഞ്ഞൊരു ബാധ്യതയായിട്ട് തോന്നുവാണെങ്കിൽ വീണ്ടും നമ്മൾ ദാരുണമായ വാർത്തകൾ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ അവൾക്ക് നിയമത്തിന് ഭയന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവൾക്ക് എന്ത് തോന്നും, മനുഷ്യന്റെ കാര്യമാണ്, നമുക്ക് എന്താ തോന്നണത് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം പറയണ, ആ കുഞ്ഞിനെ ഒരിക്കലും ഇപ്പോൾ അവൾക്ക് എന്തായാലും കൊടുത്തുവിടേണ്ട ആവശ്യമില്ല എന്ന്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ വികാരങ്ങളിലേക്കാൾ കൂടുതൽ നമ്മൾ
പ്രാധാന്യം കൊടുക്കേണ്ടത് ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വം, ആ കുഞ്ഞിന്റെ ഭാവിയും, ആ കുഞ്ഞിന്റെ സംരക്ഷണം, ആ കുഞ്ഞ് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു തീരുമാനം എടുക്കാൻ നേരത്ത് ഗവൺമെന്റ് വളരെയധികം തന്നെ ആലോചിച്ച് വേണം ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട്. കൊണ്ട് നോക്കാൻ നേരത്ത് ഈ കുഞ്ഞിനെ എന്തായാലും അവൾക്ക് ഇപ്പൊ നൽകേണ്ട ആവശ്യമില്ല. എന്തായാലും ഇവള് കുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചതല്ലേ, വലിച്ചെറിഞ്ഞതല്ലേ ജനലിൽ കൂടി. ആ സമയത്ത് ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഈ കുഞ്ഞിനെ ഇവൾക്ക് വിട്ടുകൊടുക്കരുത് എന്നാണ് എന്റെ ആഗ്രഹം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് അത്രയ്ക്ക് കുഞ്ഞിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ നിയമ നടപടികളൊക്കെ ഏറ്റുമുട്ടി ഇവൾ അതിലൂടെ കുഞ്ഞിനെ സ്വന്തമാക്കട്ടെ. അതല്ലെങ്കിൽ ഈ കുഞ്ഞ് നല്ലൊരു അച്ഛനും അമ്മയ്ക്കും, അതായത് ഈ നമ്മുടെ നാട്ടില് ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാര് കുഞ്ഞുങ്ങളില്ലാതെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയും വഴിപാടുകൂടെ നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഈ കുഞ്ഞിനെ കിട്ടട്ടെ, അങ്ങനെ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റിലൂടെ ഒന്ന് പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.